കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുടങ്ങിപ്പോവും. ഇങ്ങനെ നാം എന്തെങ്കിലുമൊക്കെ ഒരു മുടക്കം വന്നിട്ടുണ്ട്, അതിൽ ഒന്നുകൂടെ നിവർന്ന് ഒരു മുടന്തുള്ള കാലിനെ നിവർത്തുന്നത് പോലെ നിവർത്തണമെന്ന് പൗലോസ് പറയുകയാണ്. അടുത്ത് പറയുകയാണ്, ദോഷമാകും നിങ്ങളുടെ കാലിന് പാന്നിട്ട് എല്ലാവരോടും സമാധാനം ആലോചിച്ച് ശുദ്ധീകരണം പ്രാപിപ്പിൻ, ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ എന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് കഷ്ടം തന്നവരോടും പ്രയാസം തന്നവരോടും ഒരു നിരപ്പ് പ്രാപിപ്പാനും ശുദ്ധീകരണം പ്രാപിപ്പാനും പൗലോസ് പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ശുദ്ധീകരണമില്ലാതെ ദൈവത്തിനെ കാണുവാൻ കഴിയയില്ല. അപ്പോൾ നാം ഈ ലോകത്ത് ജീവിക്കുന്നതും പാടുകൾ പെടുന്നതും എല്ലാം കർത്താവിൻ്റെ മുഖത്തെ ഒന്ന് കാണണമെന്നാണ്. പ്രിയ ദൈവമക്കളെ, നാം ഒരു നിരപ്പിൻ്റെ ഒരു സുവിശേഷം നാം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നാം എല്ലാവരോടും നിരപ്പ് പ്രാപിപ്പാനും സ്വർഗരാജ്യത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ മുഖം ദർശിപ്പാൻ കഴിയുകയുള്ളൂ. പക്ഷെ നാം കഷ്ടങ്ങൾ സഹിച്ചു കഴിയുമ്പോൾ നമുക്ക് നീതി എന്ന